ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗസ്റ്റ് പറയുകയാണെങ്കിൽ TMZ ബെറോക്സ് ആണ്. അപ്പം എന്തായാലും നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഫ്ലാറ്റ് ഒന്നായിട്ട് അലങ്കോലമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ള് വൃത്തിയൊക്കെ ആക്കി അപ്പം സെറ്റാണ്. അയ്യോ TV ഓഫാക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ കുഴപ്പമില്ല, അവന് TVൻ്റെ ആളാണ്, അതുകൊണ്ട് എന്തായാലും TV കാണും. എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയോട്ടെ. ഇതാ ഗൈസ് അവനിവിടെ ഉണ്ട്, അവൻ ഓണടിച്ചുകൊണ്ടിരിക്കുക. ഗൈസ് ഫ്ലാറ്റ് ഏറ്റവും മുകളിലായതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷേ ചെക്ക ഇവിടെ കുറേ നേരമായി വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ നീ മുഴുവൻ കേൾക്കും. ഇതെന്തടാ പിങ്ക് പാന്തറാണോ ഇത്? ഇതെന്താ ഇങ്ങനത്തെ ഒരു ലുക്കിൽ? പിങ്ക് പാന്തർ എന്താ ഇങ്ങനെ? സ്റ്റിക്കറൊന്നും ഇല്ലല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി ഇവന്? അടിപൊളി കിട്ടോ. സ്റ്റിക്കർ വർക്കൊന്നും ഇല്ലാത്തൊരു പിങ്ക് പാന്തർ. എനിക്ക് തോന്നുന്നത് ഇവൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടല്ലോ എന്നാ. എന്തായാലും നമ്മൾ ആദ്യം കണ്ട് വർക്ക് ചെയ്യണം മുമ്പേ. എന്ത് ചെയ്യാനാ? എന്തായാലും നമുക്ക് അവരോട് ചോദിച്ചേക്കാം. എടാ ഇതെന്താടാ സ്റ്റിക്കർ വർക്കൊന്നും കാണാനില്ലല്ലോ, നീ എന്താ ചെയ്തില്ലേ? എന്താണ് അങ്ങനെ പറയണത്? ഇത് സ്റ്റിക്കറൊക്കെ ചെയ്തും. എടാ പോടാ, എന്നെ പറ്റിക്കല്ലേ. എന്നിട്ട് എനിക്ക് കാണില്ലേ, എനിക്കിതിലൊരു പിങ്ക് കളറ് മാത്രം കാണാം, വേറെ ഒന്നും കാണുന്നില്ല. ഓ അതാണ് അന്നെ ശില്പന്റെ ഭക്തണ്ടാവും, അതായിരിക്കും കാര്യം. പിന്നെ സ്റ്റിക്കർ വർക്കില്ലാത്ത പിങ്ക് പന്ത്രണ്ട് ഇഞ്ചി കൊണ്ടുവരാൻ മറ്റാണല്ലോ. ഇത് എനിക്ക് സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്, എനിക്ക് ആണല്ലോ അന്നെന്തോ ബഗ്ഗാണ്. ചിലപ്പോ അതായിരിക്കും. എന്താണ് ഒരാൾ അന്നെ വീട് കാണാൻ വന്നിട്ട് എന്നെ കേജിട്ട് പോലില്ല, എന്നൊന്ന് മൈൻഡ് ഒന്നും ചെയ്തില്ല. അയ്യോടാ സോറിയടാ, നിന്റെ വണ്ടിന്റെ വർക്ക് കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. വാ നമുക്ക് വീട്ടിൽ കയറി വാ. അല്ല, ഈ വീട് കണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താണ് നമ്മുടെ പ്ലാന്? എന്തെങ്കിലും ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേ? നമുക്ക് ചെയ്യണമെന്നൊക്കെ എൻ്റെ വലിയ പ്ലാനല്ല. പിന്നെ അന്നെ ഇവിടുത്തെ സ്ഥലക്കറയിലും അന്നം പറയുമ്പോൾ സ്ഥലത്ത് പോവാ. ഓ അപ്പം നീയൊന്നും ആലോചിച്ചില്ലേ? ഞാൻ വല്ല ആലോചിച്ചിട്ടുണ്ടാവുന്നു. അത് നമുക്ക് പിന്നെ നോക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഫ്ലാറ്റ്? ഇനി എപ്പോഴും ഞാൻ ഇവിടെയൊക്കെ ആവണമെന്നാണ്, പക്ഷെ സിറ്റുവേഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ സിറ്റി ടു ഹോമിലേക്ക് പോവാം. ഈ വീട് സെറ്റ് വീട്. എടാ ആ ചില്ലൊന്ന് പൊട്ടിച്ച് പോവല്ലേ കേട്ടോ, അവസാനം ഞാൻ വേണം നിന്നെ കൊണ്ടുപോവാന്. അങ്ങനെയൊന്നുമില്ല അണ്ണാ. എങ്ങനെ നിന്റെ ഡാൻസ് സെറ്റല്ലേ പറ്റല്ലേ? കുഴപ്പമില്ല. ആദ്യം നിന്റെ പാട്ടായിരുന്നു, ഇപ്പൊ നിന്റെ ഡാൻസ്. ഡാൻസ് ആണെങ്കിൽ അടങ്ങിയിരുന്ന അവിടെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ചെയ്തോളൂ. എന്തായാലും അതാ പിന്നെയും ചാടി. എടാ ഞാനിപ്പോ വാങ്ങിയിട്ടല്ലോ, നീ എന്നെ കൊണ്ട് ഇവിടെ പുറത്താക്കിപ്പിക്കല്ലോ കേട്ടോ. പിന്നെ നിനക്ക് എന്താ ശരിക്കും വട്ടായത് ഇത്? നിനക്കെന്താ ശരിക്കും വട്ടായതാണോ? ഇനി ചാടിയാൽ നിന്നെ കുത്തും. അത് പിന്നെയും പോണം. ലിഫ്റ്റ് കൂടെ പോയാൽ മതിയെന്നു. നീ എന്തിനാണ്? ഇവന് ഇന്ന് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കുമല്ലോ. നമുക്ക് നീ എന്താ ചെയ്യണേ? നീ എന്തായാലും വാ, ഞാൻ എൻ്റെ മുകളിലത്തെ ഭാഗമൊന്നും കാണിച്ചില്ലല്ലോ. നീ മുകളിലേക്ക് വാ, ഞാൻ മുകളിലത്തെ ഭാഗമൊക്കെ കാണിച്ചു തരാം. മുകളിലാണ് മോനെ അടിപൊളി. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ പോയോ? നീ ഇങ്ങോട്ട് പോ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ നല്ലൊരു വ്യൂ ഉണ്ട് മോനെ, അടിപൊളിയാ. ഞാൻ ഇവിടുന്ന് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ അടിപൊളിയായിട്ട് നോക്കും. നല്ല അടിപൊളി വ്യൂ ആ. എന്തായാലും നീയും ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കാൻ വാ. എന്നെങ്കിലുമൊക്കെ നിന്റെ സിറ്റി വണ്ണത്തെ ഹോമൊക്കെ വിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ നമുക്ക് ചില്ല് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഞാൻ ഇവിടെ ചാടാൻ പോവാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ നിന്നോട് ഒന്നും പറയണില്ല. നിന്നോട് പറഞ്ഞാലേ നീ അത് ചെയ്യല്ലോ. അത് നീ എൻ്റെ വീട് കാണാൻ വന്നാണോ, എൻ്റെ വീട് പൊട്ടിക്കാൻ വന്നാണോ? എവിടെ നിന്നാണോ ഈ സാധനത്തിനൊക്കെ കെട്ടി എനിക്ക്? ഈ ഒരു വീട് ഞാൻ വേണമെങ്കിൽ പൊട്ടിച്ചൊക്കെ തരാം. എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അത് മതില്ല, അങ്ങോട്ട് ട്രിപ്പ് പോകണ്ടേ? ട്രിപ്പൊക്കെ പോകണം. അല്ല എങ്ങോട്ടാ പോവുക? എനിക്ക് വലിയ സ്ഥലമൊന്നും അറിയില്ല കേട്ടോ. എങ്ങോട്ടാ പോകണ്ടേ നീ പറ. പിന്നെ ഞാൻ ഈ അവസാനം നിന്നെ കൊണ്ടുപോയിട്ട് നിനക്ക് ഇഷ്ടമായില്ല എന്ന് പരാതി വേണ്ട. എങ്ങോട്ടാ പോകണ്ടേ നീ പറ. ഇതെന്താ അവിടെ സ്റ്റക്കായോ? ഹലോ. അത് ശരി. അല്ല നമ്മളെങ്ങോട്ടാ പോകേണ്ടത് നീ പറ. പറയാം. എന്റെ കാറിൽ പോവാം. എന്റെ കാറിൽ കൊണ്ടേക്കും. എന്നാ ഞാൻ പോവാ. ഒരു കാർ മതിയെങ്കിൽ ഓക്കെ നമുക്കെന്നാ ഒരു കാറിൽ പോവാം. അല്ല, ഇമോജി മാറിപ്പോയി. എന്ത് ചെയ്യാനാ? അപ്പം എന്നാൽ നീ ഓടിച്ചോ. അത് വേണ്ട, ഞാൻ ഓടിക്കില്ല, നീ ഓടിക്കി. എടാ ആരെങ്കിലും ഒന്ന് ഓടിക്കുക. ഞാൻ എന്താ ഓടിക്കുക എൻ്റെ പൊന്നോ. അല്ല ആരെങ്കിലും കുറേ ഇപ്പം നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. എനിക്കിന്ന് എന്താ പറ്റിയെന്നല്ലേ. എന്നാ നീ കയറ്. എന്നാ ഇനിയിപ്പം ഇങ്ങോട്ടാ പോവാ?
ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഇതിൽ ഞാനങ്ങനെ ഇവിടെ സിറ്റി മണ്ണിലങ്ങനെ വരാത്തതുകൊണ്ട് ഇതെന്തോ പോവാത്ത അല്ല തട്ടിയോ അയ്യോ കണ്ടില്ല കണ്ടല്ലേ ചെറുതായിട്ട് ഇപ്പോൾ പോവാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയല്ലോ, എന്ത് പറയുന്നു? എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ നിന്നായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ എന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് ഞാൻ സാധാരണ സിറ്റി മണ്ണിൽ വരുമ്പോൾ കഴിക്കുക. എന്തായാലും ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. എൻ്റെ മോനെ കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ആ സ്റ്റിക്കർ വർക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞ അടിപൊളിയായതിനെ. പക്ഷേ നമുക്കടുത്ത് അതൊരു നല്ല പരിചയമുള്ള ആൾ നവനാണോ? അല്ല, അവൻ്റെ മുടി അങ്ങനെ അല്ലല്ലോ. നിനക്ക് ഇതെന്താ അണ്ണാ ഇവിടെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ലല്ലോ. ഡാ, ഇവിടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത്, അതുകൊണ്ട് നീ ഭക്ഷണം വേണ്ടത് പിന്നെ. ഇവനെ നോക്കി നിന്നിട്ട് കാര്യമില്ല ഗൈസ്, നമുക്ക് നമ്മളെ പണിയെടുക്കാം. എനിക്കും വിശക്കുന്നുണ്ട് ഗൈസ്, ഉച്ചക്കനെ സങ്കടമൊക്കെ. നമുക്കെന്തായാലും ഇപ്പം എന്താ വാങ്ങുക ഇവനെ കൊണ്ട്? എടാ നീ കുറച്ചേരം അടങ്ങിയിരിക്കടാ. അതാ അവൻ്റെ ഡാൻസ് കളി തുടങ്ങി. എന്ത് അങ്ങനെ കഴിച്ച് ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് അവൻ നമ്മളെ കൂടെ ഒന്ന് വന്ന് നമ്മളെ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ ബൈ ബൈ.